Guys, welcome to my YouTube channel. Wander all around. No next, no then. It's now, oh oh. It's now, stand up and show the world. Be the key of your happiness. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. കാരണം ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റ് ആരാന്നൊക്കെ നിങ്ങൾക്ക് ഇൻട്രോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. സോ ലെറ്റ്സ് വെൽക്കം അഡ്വക്കേറ്റ് അഭിരാമി തിരുവേദി ടു മൈ യൂട്യൂബ് ചാനൽ. താങ്ക് യു. അപ്പോൾ ഇപ്പോൾ സെക്കൻഡ് ടൈമാണ് ഫസ്റ്റ് റാങ്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് പറയാനുള്ളത്? സന്തോഷമുണ്ട്. നമുക്ക് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു ശരിക്കും. അപ്പം അതിൻ്റെതായ ഒരു ഹാപ്പിനെസ് ഉണ്ട്. വീട്ടിലായിരിക്കാനുള്ളത്? അച്ഛൻ, അമ്മ, അനിയനാണ്. അനിയൻ ദുബായിൽ വർക്കിംഗ് ആണ്. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സും ഫാമിലിയുടെ റിയാക്ഷൻ എന്തായിരുന്നു? കാരണം ഓൾറെഡി ഒരു ഫസ്റ്റ് റാങ്ക് ചേച്ചിക്ക് LLBക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ സെക്കൻഡ് ടൈം അവർ എക്സ്പെക്റ്റഡ് ആയിരുന്നോ അതോ അവർക്കും ഒരു സർപ്രൈസ് ആയിരുന്നോ? അവർക്കും ആക്ച്വലി സർപ്രൈസ്ഡ് ആയിരുന്നു. ബിക്കോസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു എക്സ്പെക്ടേഷൻ എന്താണ് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായി. എല്ലാം എനിക്കൊന്ന് എൻജോയ് ചെയ്യണം, കോളേജ് ലൈഫൊക്കെ ഒന്ന് എൻജോയ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു. അതുകൊണ്ട് അവർ അത്ര കണ്ട് എക്സ്പെക്റ്റഡ് ഒന്നല്ലായിരുന്നു. അപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഓൾറെഡി ഫസ്റ്റ് റാങ്ക് LLBക്ക് ഉണ്ടായിരുന്നു. അപ്പം ഇത്തവണ എനിക്കത് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അതോ ഇങ്ങനെ എൻജോയ് ചെയ്യാം അല്ലെങ്കിൽ ഈസി ഗോയിങ് ടൈപ്പ് ആയിരുന്നു? ഈസി ഗോയിങ് ആയിരുന്നു. അല്ലാണ്ട് അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ വെച്ചിട്ടില്ലാഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തതിനല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. പകരം ബാക്കി അക്കാഡമിക്കിലേക്ക് ഒന്ന് ഡെവലപ്പ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളും ഒക്കെ ആയിരുന്നു കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിയുടെ ഇനി അക്കാഡമിക് ലൈഫ് ആ ഒരു ജേർണി എങ്ങനെയാണെന്ന് നമുക്ക് ചോദിച്ചറിയാം. സോ ചേച്ചിയുടെ സ്കൂളിംഗ് എവിടെയായിരുന്നു? ഞാൻ ഭവൻസിലാണ് പഠിച്ചത്. ഭവൻസ് വിദ്യാമന്ദിർ എരൂർ തൃപ്പൂണിത്തുറയിലായിരുന്നു സ്കൂളിംഗ് കംപ്ലീറ്റ് ചെയ്തത്. ഏത് സ്ട്രീമായിരുന്നു ഇപ്പോൾ? ട്വൽത്ത് ഞാൻ സയൻസ് ആയിരുന്നു, ബയോമാത്സ് തന്നെയായിരുന്നു. അപ്പോൾ സയൻസിൽ നിന്നും ഈ ലോയിലേക്ക് വന്നപ്പോൾ കുറച്ച് ചലഞ്ചിങ് ആയിട്ട് തോന്നിയോ? കാരണം രണ്ടും ഡിഫറെൻറ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്ട്സ് ആണല്ലോ. ചലഞ്ചിങ് ആയിട്ടൊക്കെ തോന്നിയെന്നൊക്കെ ഞാൻ പറയാനായിട്ടില്ല. ആക്ച്വലി എനിക്ക് മാനേജ്മെൻ്റ് ഒക്കെ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടമുള്ള സബ്ജക്ട്സ് ആയിരുന്നു. അതുകൊണ്ട് കുറച്ചും കൂടെ എളുപ്പമായിരുന്നു. എളുപ്പം എന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുമ്പോൾ നമുക്കത് എളുപ്പമായിട്ട് വരും. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ക്ലാസ്സിലൊക്കെ നോക്കുകയാണെങ്കിൽ ക്ലാസ്സിലൊരു മെജോറിറ്റി ഒരു 90% ഞാൻ പഠിക്കുന്ന സമയത്ത് സയൻസിൽ നിന്ന് വന്ന കുട്ടികളാണ്. അപ്പോൾ ടീച്ചേഴ്സ് അതിനനുസരിച്ചിട്ട് കുറച്ചും കൂടെ നമുക്ക് എളുപ്പത്തിലുള്ള രീതിക്കൊക്കെ ആയിരുന്നു ക്ലാസ് ഒക്കെ എടുക്കുന്നത്. അപ്പോൾ ആ ഒരു റീസൺസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് അത്ര കണ്ട് ഡിഫിക്കൽട്ടായിട്ടൊന്നും തോന്നില്ല. പിന്നെ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ വായിച്ച് പഠിക്കാവുന്നതേ ഉള്ളൂ. സോ മനസ്സിലാക്കി വായിച്ചൊക്കെ പഠിച്ച് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ലാണ്ട് പോകാൻ പറ്റും. അപ്പോൾ LLB എവിടെയാണ് ചെയ്തിരുന്നത്? LLB ഞാൻ കോപ്പറേറ്റീവ് സ്കൂൾ ഓഫ് ലോ തൊടുപുഴയിലായിരുന്നു ഫസ്റ്റ് 4 സെമസ്റ്റേഴ്സ്. ആക്ച്വലി ഞാൻ കംപ്ലീറ്റ് ചെയ്തത് ഫുള്ളും ശ്രീനാരായണ ലോ കോളേജ് പൂത്തോട്ടയിലാണ്. അപ്പോൾ മറ്റേത് ഹോസ്റ്റൽ നിൽക്കണമായിരുന്നു. അപ്പോൾ ഇതാകുമ്പോഴത്തേക്ക് എനിക്ക് വീട്ടിൽ നിന്ന് പോയി വരാം. ഡേ സ്കോളറായിട്ടും ഒക്കെ പോസിബിൾ ആവുന്നതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാമായിരുന്നു. അപ്പോൾ ഇപ്പോൾ കുറേ കുട്ടികൾ 12th ഒക്കെ കഴിഞ്ഞിട്ട് ലോ ആസ്പിറൻസ് കുറേ പേരുണ്ട്. അപ്പോൾ അവർക്ക് എങ്ങനെയാണ് ഈ ജേർണി? അല്ലെങ്കിൽ എന്തെങ്കിലും എലിജിബിലിറ്റി ഉണ്ടോ കോളേജിലേക്ക് എൻട്രിക്ക് വേണ്ടി? അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട്. ആക്ച്വലി നമുക്ക് +2 ആണ് മിനിമം ക്വാളിഫിക്കേഷൻ ആയിട്ട് വേണ്ടത്. അപ്പോൾ +2 കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു 5 ഇയർ LLB പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. 5 ഇയർ LLB എന്ന് പറയുമ്പോൾ ഡബിൾ ഡിഗ്രി കോഴ്സാണ്. യൂഷ്വലി അതിൻ്റെ കൂടെ BBA BCom ഒക്കെയാണ് സബ്ജക്ട്സ് ആയിട്ട് വരാറുള്ളത്. പിന്നെ നമുക്കുള്ളത് 3 ഇയർ LLB. 3 ഇയർ LLB എന്ന് പറയുന്നത് ആക്ച്വലി ഡിഗ്രി കഴിഞ്ഞവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. രണ്ടിനാണെങ്കിലും ഇപ്പോൾ കേരളത്തിലാണ് അഡ്മിഷൻ നോക്കി നമുക്ക് കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതണം. അത് എഴുതി ക്വാളിഫൈഡ് ആയാലും നമുക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ. റാങ്കിങ് അനുസരിച്ചിട്ട് തന്നെയാണ് അഡ്മിഷൻസ് പോവുക. അതെല്ലാം ഇപ്പം നമ്മൾ NLUസിലേക്കൊക്കെ നോക്കണമെങ്കിൽ ക്ലാറ്റും ഒക്കെ അറ്റൻഡ് ചെയ്യണം. അതെല്ലാം കുസാറ്റിലേക്കാണെങ്കിൽ കുസാറ്റ് എക്സാമാണ്. എൻട്രൻസ് എക്സാം സെപ്പറേറ്റ് ഉണ്ട്. നമ്മൾ ഏത് എക്സാം ആണോ എന്നുള്ളതനുസരിച്ചിട്ട് ചൂസ് ചെയ്യുന്ന കോളേജ് അനുസരിച്ചിട്ട് എക്സാം ചൂസ് ചെയ്യാം. അപ്പോൾ ചേച്ചി ലോയിൽ 5 ഇയർ ആയിരുന്നോ? ഏതായിരുന്നു? ഞാൻ 5 ഇയർ കോഴ്സ് ആയിരുന്നു. BBA LLB ഓണേഴ്സ് ആയിരുന്നു പഠിച്ചത്. എന്താണ് 5 ഇയർ ചൂസ് ചെയ്യാൻ? ആക്ച്വലി നമ്മൾ +2 കഴിഞ്ഞ് LLBക്ക് ജോയിൻ ചെയ്തുകൊണ്ടാണ് 5 ഇയർ എടുത്തത്. അത്രേ ഉള്ളൂ. ഡിഗ്രിക്ക് പോവുകയാണെങ്കിൽ നമ്മൾ അഗെയിൻ ഒരു 3 ഇയേഴ്സ് വരും. പ്ലസ് LLB 3 ഇയേഴ്സും കൂടി ആകുമ്പോൾ 6 ഇയേഴ്സ് ടോട്ടൽ എടുക്കും. ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് 5 ഇയേഴ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ LLM എവിടെയാണ് ചെയ്തത്? LLM ഗവൺമെൻറ് ലോ കോളേജ് എറണാകുളത്താണ്. ഓക്കെ. അവിടെയും എങ്ങനെയാണ് ക്രൈറ്റീരിയ എലിജിബിലിറ്റി? LLB ആണ്. LLBയിൽ നമുക്ക് മിനിമം 55% മാർക്ക് ഉണ്ടെങ്കിലാണ് അഡ്മിഷൻസ് ഒക്കെ വരുന്നത്. 50 or 55 ആണ്.
അതാണ് അതിൻ്റെ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ വരുന്നത്. പിന്നെ അഗെയിൻ നമുക്ക് കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതണം, LLMൻ്റെ, അത് രണ്ടും കൂടിയാണ് ക്വാളിഫിക്കേഷൻസ്. പിന്നെ എന്താണ് ക്ലീനിൽ ഇത്ര റാങ്ക് ഉണ്ടെങ്കിൽ ഗവൺമെൻറ് കോളേജല്ലേ, ഇപ്പോൾ ഗവൺമെൻറ് കോളേജിൽ നമുക്ക് ഓരോ ഇയർ വേരി ചെയ്യും, എങ്കിലും ഒരു അപ്രോക്സിമേറ്റ് ഇത്ര റാങ്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഗവൺമെൻറ് കോളേജ് എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളൊരു രീതിയിൽ എന്തെങ്കിലും ഗൈഡൻസ്? ഇപ്പം LLM ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വിത്തിൻ 100-നുള്ളിലെങ്കിലും വരണം, എന്നാലും നമുക്കൊരു സീറ്റ് 100 അല്ലെങ്കിൽ 80 ഉള്ളിൽ വന്നാൽ നമുക്ക് കൺഫർമേഷൻ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അറ്റ്ലീസ്റ്റ് ലാസ്റ്റ് റാങ്കിലെങ്കിലും നമ്മൾ നോക്കുകയാണെങ്കിൽ. അതുമല്ല വെച്ചാൽ ഒരു 50-ക്കുള്ളിലൊക്കെ നമുക്ക് ഏകദേശം എവിടെയെങ്കിലും ഒന്നിൽ കിട്ടും എന്നൊരു ഉറപ്പ് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ LLBക്ക് ഫസ്റ്റ് റാങ്ക് ഉണ്ട്, LLMന് ഫസ്റ്റ് റാങ്ക് ഉണ്ട്, ഇനി എന്താണ്, വാട്ട്സ് നെക്സ്റ്റ്? അടുത്തതായിട്ട് എനിക്ക് ടീച്ചിങ് ആണ് താല്പര്യം. ഇപ്പോൾ ഞാൻ UGC നെറ്റൊക്കെ ക്ലിയർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ടീച്ചിങ്ങിലേക്ക് തന്നെ ഇറങ്ങാം എന്നുള്ളൊരു ഉദ്ദേശത്തിലിരിക്കുകയാണ്. PhD ചെയ്യണം എന്നാണ് ആഗ്രഹം. അപ്പോൾ എന്തൊക്കെയാണ് വേറെ ഹോബീസായിട്ട് വീട്ടിൽ ഞാൻ പെറ്റ്സിനെയൊക്കെ വളർത്തുന്നുണ്ട്. അതാണ് എൻ്റെ ഒരു ഡെയിലി ഹോബി എന്ന് പറയാനായിട്ട്. ഒരു ഡോഗ് ഉണ്ട്, ഒരു അക്വേറിയം ഉണ്ട്, കുറച്ച് ഫിഷസ് ഉണ്ട്, പിന്നെ കുറച്ച് ബേർഡ്സും ഉണ്ട്. പിന്നെ അല്ലാത്ത സമയങ്ങളിൽ ഇപ്പം ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് വായിക്കും, എഴുതുകയൊക്കെ ചെയ്യും. പിന്നെ വെക്കേഷൻ ടൈമിലൊക്കെ ആണെങ്കിൽ ഞാൻ ലോ എൻട്രൻസ് കോച്ചിങ് സെൻറ്റേഴ്സിലൊക്കെ ക്ലാസ്സൊക്കെ എടുക്കാൻ പോകാറുണ്ട്. ടീച്ചിങ് ഒരു പാഷൻ ആയതുകൊണ്ട് അതങ്ങനെ കൊണ്ടുപോകും. അപ്പോൾ ചേച്ചിയുടെ അക്കാഡമിക് ജേർണി നമ്മൾ കണ്ടു. ഇനി അടുത്തതായിട്ട് ക്ലോസ് ടു ഹാർട്ട് എന്ന് പറഞ്ഞൊരു സെഗ്മെൻ്റ് ആണ്. ഇവിടെ ചേച്ചിക്ക് ഹാർട്ടിൽ ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നിയ കുറച്ച് മൊമെന്റ്സ് നമ്മൾ അങ്ങോട്ട് ചോദിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ചോദിക്കുന്നത്, ഈ ലോയുടെ അക്കാഡമിക് ലൈഫിൽ എപ്പോഴും ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്ലഷർ കിട്ടിയത് ഏത് മൊമെന്റിലായിരുന്നു? ഒരു ഹാപ്പിനെസ് എന്നൊക്കെ പറയുന്നത് ആക്ച്വലി എനിക്ക് യൂഷ്വലി നമ്മൾ പഠിച്ച കാര്യം എക്സാമിന് എഴുതുമ്പോൾ ഒരു ഹാപ്പിനെസ് ആണ്. ആക്ച്വലി അതൊരു ഹാപ്പിയസ്റ്റ് മൊമെൻ്റ് ആയിട്ട് പറയാനായിട്ട് സാധിക്കും. റിസൾട്ടൊക്കെ നമുക്ക് സന്തോഷമുണ്ടാവും സ്വാഭാവികമായിട്ടും. അതുകൂടാതെ നമ്മൾ അക്കാഡമിക് ലൈഫിൽ മാറി ചിന്തിക്കുകയാണെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള മൊമെൻറ്റ്സ്, ക്ലാസ്സിലെ അവേഴ്സും എല്ലാം ഹാപ്പിയസ്റ്റ് മൊമെൻ്റുകളായിട്ടാണ് പറയുന്നത്. ഈ ജേർണിയിൽ കുറച്ച് ടഫസ്റ്റ് അല്ലെങ്കിൽ എന്നെക്കൊണ്ട് പറ്റുന്നില്ല, അല്ലെങ്കിൽ കുറച്ചും കൂടി ചലഞ്ചിങ് ആണ്, അല്ലെങ്കിൽ ഒരു ഫീൽ ഭയങ്കര ലോ ആയിട്ടുള്ള ടൈം എപ്പോഴായിരുന്നു? എനിക്ക് തോന്നുന്നു എനിക്ക് ജോയിൻ ചെയ്ത് ഇനീഷ്യൽ പീരീഡിൽ തന്നെയായിരുന്നു. ആദ്യത്തെ കുറച്ച് നാളുകൾ കഴിഞ്ഞ് ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ എക്സാം വരാനായിട്ട് കുറച്ച് ലാഗൊക്കെ ഉണ്ടായി ആ സമയത്ത്. അപ്പോൾ ആ ഒരു ടൈം പീരീഡിലൊക്കെ ആയിരുന്നു കുറച്ചൊന്ന് ലോ ആയിട്ട് ഫീൽ ചെയ്തൊരു ടൈം എന്ന് പറയുന്നത്. അതല്ലാണ്ട് ത്രൂ ഔട്ടുള്ള വിഷയങ്ങളൊന്നുമില്ല. അപ്പോൾ 2 തവണ ഫസ്റ്റ് റാങ്ക് കിട്ടിയപ്പോൾ ഒരുപാട് അച്ചീവ്മെൻറ്റ്സ്, ഒരുപാട് ട്രോഫീസ്, മെഡൽസ് എല്ലാം നമുക്ക് കിട്ടി. അപ്പോൾ ഇതിലൊക്കെ തന്നെ ഏറ്റവും സ്പെഷ്യലായിട്ട് എനിക്ക് കിട്ടിയതിൽ ഐ ഫീൽ സ്പെഷ്യൽ എന്ന് തോന്നിയൊരു അച്ചീവ്മെൻറ്റ് എന്താണ്? ഇത്രയും നാളും കിട്ടിയ അച്ചീവ്മെൻറ്റ്സിൽ വെച്ച് എനിക്ക് ഏറ്റവും ഡിയറസ്റ്റ് ആയിട്ട് തോന്നിയത് ജസ്റ്റിസ് VR കൃഷ്ണയ്യർ മെമ്മോറിയലിൻ്റെ ഒരു അവാർഡാണ്. അത് ചീഫ് ജസ്റ്റിസ് ഓഫ് കേരള ഹൈക്കോർട്ടായിരുന്നു എനിക്കത് ഹാൻഡ് ഓവർ ചെയ്തത്. അതാണ് എനിക്ക് ഏറ്റവും മോസ്റ്റ് ഡിയറസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്തത്. അപ്പോൾ ഇത്രയും ലോ ലൈഫിൽ ചേച്ചിക്ക് ഒരു മൊമെൻ്റ് ലൈക്ക് ഇതാണ് എൻ്റെ മൊമെൻ്റ്, അല്ലെങ്കിൽ എനിക്ക് ഈ ഫീൽഡിൽ അടിപൊളിയാക്കാൻ പറ്റും, അങ്ങനെ തോന്നിയൊരു മൊമെൻ്റ് എപ്പോഴായിരുന്നു? ആക്ച്വലി എനിക്ക് നെറ്റ് ക്ലിയർ ചെയ്ത സമയത്താണ് ഇതാണ് നമ്മുടെ ഒരു പാത്ത് വേ എന്ന് ഫീൽ ചെയ്തത്. നെറ്റ് ക്ലിയർ ചെയ്ത സമയത്ത്, കാരണം ആ സമയത്ത് നമ്മൾ അത്ര പ്രിപ്പയർഡ് ആയിട്ടൊന്നും എഴുതിയതല്ല, ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു. LLM ജോയിൻ ചെയ്ത സമയത്ത് ആദ്യമായിട്ട് വിളിച്ച നെറ്റ് ഒന്ന് എഴുതി നോക്കാം, എക്സാം എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ഒന്ന് അറ്റംപ്റ്റ് ചെയ്തതാണ്. പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് ആ സമയത്തൊന്നും ചെയ്തിട്ടുണ്ടായില്ല. ആ പഴയ മുമ്പുണ്ടായിരുന്ന LLMൻ്റെ എക്സാമിന് എൻട്രൻസിന് വേണ്ടി പ്രിപ്പറേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു, അത് വെച്ച് അറ്റംപ്റ്റ് ചെയ്തതാണ്. അത് ക്ലിയർ ചെയ്ത സമയത്ത് ചിലപ്പോൾ നമുക്കിത് ദൈവം കാണിച്ചെന്ന പോലെ ഇതാണ് നമ്മുടെ ഫീൽഡ് എന്ന് കാണിച്ചെന്ന് നമ്മൾ ഫീൽ ചെയ്തു. അപ്പോൾ പേഴ്സണൽ ലൈഫിലും അല്ലെങ്കിൽ ചേച്ചി അക്കാഡമിക് ലൈഫിലാണെങ്കിലും ചേച്ചിനെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത് അല്ലെങ്കിൽ ചേച്ചി റോൾ മോഡലായിട്ട് കാണുന്ന ആരെയാണ്? ടീച്ചേഴ്സ് തന്നെയാണ്. ഓഫ്കോഴ്സ് നമ്മൾ പഠിപ്പിച്ച ടീച്ചേഴ്സ് തന്നെയാണ് റോൾ മോഡൽസ് എന്ന് പറയാനായിട്ടുള്ളത്. LLBയിലാണെങ്കിലും LLMലാണെങ്കിലും എല്ലാം തന്നെ. അപ്പം എൻ്റെ സൂപ്പർവൈസറായിരുന്ന ഡോക്ടർ ഗിഫ്റ്റി ഉമ്മൻ, ക്ലാസ് ടീച്ചറായിരുന്ന ബിനോദ് കോട്ടമുതൽ, ശങ്കർ സാർ ആണെങ്കിലും പ്രിൻസിപ്പൽസ് ആണെങ്കിലും എല്ലാവരൊക്കെ തന്നെ. അപ്പോൾ നമ്മൾ പഠിച്ച് കുറേ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന ടൈമിൽ നമുക്ക് നമ്മളെ തന്നെ ഭയങ്കര ഡീമോട്ടിവേറ്റഡ് ആവും. അപ്പോൾ ഹൗ വിൽ യു എൻകറേജ് യുവർ സെൽഫ്? ഞാൻ യൂഷ്വലി മെഡിറ്റേഷൻസ് ആണ് ചെയ്യാറുള്ളത്. മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് മൈൻഡ് ഒന്ന് കൂൾ ചെയ്യാൻ പറ്റും, ഒന്ന് ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റും. ഒരുപാടൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളൊന്ന് തോന്നുന്ന സമയത്ത്, ഫോക്കസ് മാറുന്ന സമയങ്ങളിൽ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഫോക്കസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു യെസ് ഓർ നോ സെക്ഷനാണ്. അപ്പോൾ നമുക്ക് ചേച്ചി കാർഡ് കൊടുക്കാം.
കാരണം നമ്മൾ കുറച്ച് ഫണ്ണി ആയിട്ടും കുറച്ച് അതായത് നോർമലായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ സ്കൂളിൽ പോകാൻ മടിയുണ്ടാവും. ഈ പറഞ്ഞ പോലെ അയ്യോ അമ്മേ വയറുവേദന എന്ന് പറഞ്ഞിട്ട് തലയിൽ പിടിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ആക്ടോ എന്തെങ്കിലുമൊക്കെ കുഞ്ഞിലെ തമാശയായിട്ട് ചെയ്തിട്ടുണ്ടോ? യെസ്. ഓക്കെ. എന്തെങ്കിലും മെമ്മറബിൾ ആയിട്ട് പറയാൻ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ വയറുവേദനയൊന്നും പറഞ്ഞ് യൂഷ്വലി ഇല്ല. പക്ഷെ എന്നാലും മെജോറിറ്റി ഡേയ്സും ക്ലാസ്സിൽ പോകാറില്ലായിരുന്നു. 75% അറ്റൻഡൻസ് പറയല്ലോ, അപ്പോൾ ആ രീതിയിലേക്ക് തന്നെ മൂവ് ഓൺ ചെയ്തിട്ടുള്ളൂ. ഓക്കെ. ക്ലാസ്സിന് എപ്പോഴെങ്കിലും പുറത്തായിട്ടുണ്ടോ എന്തെങ്കിലും കാരണത്തിന് വേണ്ടി? യെസ്, ആക്ച്വലി ബയോളജി ആയിരുന്നു 11th വെച്ചിട്ട്. 11th വെച്ചിട്ട് ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യാൻ ഞാൻ മിസ് പുറത്തേക്ക് വരയ്ക്കാറുണ്ട്. അപ്പം ബയോളജി വരയ്ക്കാൻ എനിക്ക് ഭയങ്കര പാടാണ്. ആ റീസൺ കൊണ്ട് പുറത്തേക്ക് വരച്ചത്. ക്ലാസ്സിലിരുന്ന ടീച്ചേഴ്സിനെ കമന്റ് എടുത്തിട്ടുണ്ട്? നോ. ഓക്കെ. കോളേജിൽ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ ആർക്കും ലവ് ലെറ്റർ കൊടുത്തിട്ടുണ്ടോ? യെസ്, ഒരു കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ ലവ് ലെറ്റർ കോമ്പറ്റീഷൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായി. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ലവ് ലെറ്റർ എഴുതിയിട്ടുണ്ടായി. എന്തെങ്കിലും ഇരട്ടപ്പേര്, നിക്നെയിംസ്? അങ്ങനെയൊന്നുമില്ല. ഇടയ്ക്ക് അത്യാവശ്യം പഠിക്കാൻ വിളിക്കാറുണ്ട്, അതൊക്കെ തന്നെയാണ്. ഓക്കെ. ക്ലാസ്സിൽ ഉറങ്ങിപ്പോയതുകൊണ്ട് എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് ക്ലാസ് മിസ്സാവോ, ക്ലാസ്സിൽ പോകാൻ പറ്റാതെ എനിക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല. റാഗിങ് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ, ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ട്, പക്ഷെ കൊടുത്തിട്ടില്ല. ജസ്റ്റ് പാട്ട് പാടാൻ പറഞ്ഞിട്ടേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു സോ മച്ച് ചേച്ചി ഫോർ യുവർ വാല്യുബിൾ ടൈം. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ സൈഡിൽ നിന്ന് നമ്മുടെ ചെറിയ ടോക്കൺ ഓഫ് ലവ് ചേച്ചിക്ക് ഹാൻഡ് ഓവർ ചെയ്യാണ്. താങ്ക് യു. താങ്ക് യു ഓൾ. എല്ലാവരും പേഷ്യൻസോടെ ഫുൾ വാച്ച് ചെയ്തതിന് ഒരുപാട് താങ്ക്സ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ. ബൈ. You are strong.